ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ് അഥവാ ഗാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്, നമുക്ക് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാം. GATT സ്റ്റാൻഡ്സ് ഫോർ ദ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ലീഗൽ എഗ്രിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947 ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ ട്രേഡ്. അതായത് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര കച്ചവടം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1947 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു ഇത്. ഓക്കെ, ബൈ റെഡ്യൂസിങ് ട്രേഡ് ബാരിയേഴ്സ്. അതിന്റെ ലക്ഷ്യങ്ങൾ ട്രേഡ് ബാരിയേഴ്സ് കുറയ്ക്കുക, അതായത് രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് കൊണ്ടുവരിക, സച്ച് ആസ് ടാരിഫ് ആൻഡ് കോട്ടസ്, അതൊക്കെ ഇല്ലാതാക്കുക എമംഗ് മെമ്പർ കൺട്രീസ്. അതായത് ഇതിൽ അംഗമായിരിക്കുന്ന ഗാറ്റിൽ അംഗമായിരിക്കുന്ന രാജ്യങ്ങൾക്കിടയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അടുത്ത, ഗാറ്റ് വാസ് ദ ഫൗണ്ടേഷൻ ഫോർ ഗ്ലോബൽ ട്രേഡ് റൂൾസ് ബിഫോർ ബീങ് റീപ്ലേസ്ഡ് ബൈ ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇൻ 1995. അതായത് 1995 WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത് വരെ, ഇത് ഗാറ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് WTO വരുന്നത്. അത് വരുന്നത് വരെ ഇതായിരുന്നു ഗ്ലോബൽ ട്രേഡിനുള്ള ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ഗാറ്റ്, അതിൽ ഒന്നാമത്തെ പർപ്പസ് ആണ്, അതിന്റെ ഉദ്ദേശം. അത് ടു പ്രൊമോട്ട് ഫ്രീ ആൻഡ് ഫെയർ ഇന്റർനാഷണൽ ട്രേഡ്. ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അത് ഇതിന്റെ പർപ്പസ് ആയിരുന്നു. എങ്ങനെയാണത്? ബൈ ലോവറിംഗ് ബാരിയേഴ്സ്, അതായത് ബാരിയേഴ്സ്, അതായത് ട്രേഡ് എംബാഗോ കോട്ട ഇങ്ങനെയുള്ള ട്രേഡ് ബാരിയേഴ്സ് ഉണ്ട്, അതൊക്കെ ലോവർ ചെയ്തിട്ടാണ് ഇത് സാധ്യമാകുന്നത്. ആൻഡ് എൻഷുറിംഗ് നോൺ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസ്, അതായത് വിവേചനമില്ലാതെ, അതിന്റെ മെമ്പർ രാജ്യങ്ങൾക്ക് വിവേചനമില്ലാതെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് പ്രാക്ടീസ് കൊണ്ടുവരിക, ഇതൊക്കെ അതിന്റെ പർപ്പസ് ആയിരുന്നു. അടുത്തതിന്റെ പ്രിൻസിപ്പിൾസ്, അതിൽ ഒന്നാമത്തത് നോൺ ഡിസ്ക്രിമിനേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നോൺ ഡിസ്ക്രിമിനേഷൻ ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്, ഇതിന്റെ ഒരു പോളിസിന്റെ ഒരു തത്വമാണ്. അതായത് കൺട്രീസ് മസ്റ്റ് ട്രീറ്റ് ആൾ GATT മെമ്പേഴ്സ് ഈക്വലി. എല്ലാ GATT മെമ്പേഴ്സിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രിൻസിപ്പിൾ എന്നാണ് ഇതിന് പറയുന്നത്. അടുത്ത റെസിപ്രോസിറ്റി എന്ന് പറയും. അതായത് ട്രേഡ് ബെനിഫിറ്റ്സ് ആൻഡ് കൺസെഷൻസ്, അതായത് ട്രേഡ് ബെനിഫിറ്റുകൾ, അതായത് ഇന്റർനാഷണൽ ട്രേഡ് നടത്തിയപ്പോൾ കിട്ടിയ ബെനിഫിറ്റ് ആൻഡ് കൺസെഷൻസ് ഷുഡ് ബി മ്യൂച്വൽ എമംഗ് മെമ്പർ നേഷൻ. അവർ തമ്മിലുള്ള ബെനിഫിറ്റ്സ് മ്യൂച്വൽ ആയിരിക്കണം. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ എന്താണ് കൂടുതൽ ഫേവർ ചെയ്തുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാക്കി എടുക്കാതിരിക്കുക. അതാണ് ഈ റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്പാരൻസി, സുതാര്യത. അതായത് മെമ്പേഴ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് ട്രേഡ് പോളിസീസ് ടു എൻഷുർ ഫെയർനെസ്. അതായത് ഫെയർനെസ് ഉറപ്പുവരുത്തുന്നതിന് ട്രേഡ് പോളിസീസ് അതിൽ മെമ്പറായിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, പങ്കുവച്ചിരിക്കണം. ഇതിന്റെ അടുത്ത കീ ഫീച്ചർ എന്ന് പറയുന്നത് റൗണ്ട്സ് ഓഫ് നെഗോഷിയേഷൻസ് ആണ്. അതായത് ഒരുപാട് റൗണ്ട്സ് ഓഫ് നെഗോഷിയേഷൻസ്, അതായത് രാജ്യങ്ങൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗാറ്റ് വാസ് അപ്ഡേറ്റഡ് ത്രൂ മൾട്ടിപ്പിൾ നെഗോഷിയേഷൻ റൗണ്ട്സ് ഫോക്കസിംഗ് ഓൺ റെഡ്യൂസിംഗ് ടാരിഫ്. ഈ ടാരിഫ് റെഡ്യൂസ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ രാജ്യങ്ങൾ തമ്മിൽ പലതവണ നെഗോഷിയേഷൻസ്, കൂടിയാലോചനകൾ നടത്താറുണ്ട്. ആൻഡ് അഡ്രസ്സിംഗ് ന്യൂ ട്രേഡ് ഇഷ്യൂസ്, അതായത് പുതിയ ട്രേഡ് ഇഷ്യൂസിനെ പറ്റിയും അവർ സംസാരിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഗാറ്റ് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ നോക്കാം. അതായത് കീ റൗണ്ട്സ് ഇൻക്ലൂഡഡ്. ആദ്യത്തേത് കെന്നഡി റൗണ്ട് 1964 മുതൽ 67 വരെയായിരുന്നു. ഇത് ഫോക്കസ്ഡ് ഓൺ ടാരിഫ് റിഡക്ഷൻസ്, ടാരിഫ് കുറയ്ക്കുന്ന കാര്യത്തിലാണ് ഇത് ഫോക്കസ് ചെയ്തത്. അടുത്ത് ടോക്കിയോ റൗണ്ട് ആണ്. ടോക്കിയോ റൗണ്ട് 1973 മുതൽ 79 വരെയായിരുന്നു. അഡ്രസ്ഡ് നോൺ ടാരിഫ് ബാരിയേഴ്സിനെ കുറിച്ചാണ് ഇത് അഡ്രസ് ചെയ്തത്. അടുത്തത് യുറുഗ്വേ റൗണ്ട് എന്ന് പറയും. യുറുഗ്വേ റൗണ്ട് 1986 മുതൽ 94 വരെയായിരുന്നു. ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ദ WTO. അപ്പൊ ഈ ഒരു ഉറുഗ്വേ റൗണ്ട് എന്നുള്ള ഈ ഒരു മീറ്റിംഗ് ആണ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ആവാനുള്ള അതിലേക്ക് വഴി തെളിച്ചത്. ഇനി നമുക്ക് ഗാറ്റിൽ നിന്ന് WTOയിലേക്കുള്ള മാറ്റം നോക്കാം. ഗാറ്റ് ടു WTO. ഇൻ 1995 ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു റീപ്ലേസ് ഗാറ്റ്. 1995 ഗാറ്റ് റീപ്ലേസ് ചെയ്തുകൊണ്ട് WTO വന്നു. എക്സ്പാൻഡിങ് ഇറ്റ്സ് സ്കോപ്പ് ടു കവർ നോട്ട് ജസ്റ്റ് ഗുഡ്സ്. അതായത് ഗാറ്റ് കൂടുതലും കവർ ചെയ്യുന്നത് ഗുഡ്സിന്റെ, അതായത് സാധനങ്ങളുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിന്റെ കാര്യത്തിലുള്ളതായിരുന്നു. ഇപ്പം WTO വന്നപ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെ വന്നു, ബട്ട് ആൾസോ സർവീസ് വന്നു, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ഓക്കെ, തർക്കങ്ങളുടെ പരിഹാരങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏത് വന്നത്, WTO വന്നത്. ഇവ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇപ്പം ഗാറ്റ് റിമെയിൻസ് എ പാർട്ട് ഓഫ് ദ WTO. അപ്പൊ ഗാറ്റ് ഏതിന്റെ ഒരു പാർട്ടായി മാറി, WTOയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒരു ഭാഗമായിട്ട് മാറി. WTO അഗ്രിമെന്റ്സ് ആൻഡ് സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ട്രേഡ് റൂൾസ്. അപ്പം ഇത് എന്തായിട്ട് നിൽക്കുന്നു? സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ട്രേഡ് റൂൾസ്. മോഡേൺ ട്രേഡ് റൂൾസിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.